ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ, ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടൊപ്പം ഉള്ള യാത്രയും അതുപോലെ തന്നെ ഷോപ്പിങ്ങും വിശേഷങ്ങളുമാണ്. അപ്പോൾ നിങ്ങളെയും ഞങ്ങൾ ഒപ്പം ഈ യാത്രയിൽ ക്ഷണിക്കുന്നു. നമുക്ക് പോയാലോ? ഓക്കെ ജോഷി, പോവല്ലേ? ഓക്കെ ഓക്കെ, ശരി. പായസം, ഇത് ചിക്കൻ റോസ്റ്റ്, ഇത് പോർക്ക് റോസ്റ്റ്, ഇത് മീൻ കറി, ഇനി ബാക്കിയുള്ള സാധനങ്ങളോട് കാബേജ് തോരനോട് പോയി. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ കൂട്ടുകാരൊന്നും കാണാം. ഇതൊരു ഡൈനിങ്. ഭക്ഷണം കഴിച്ചു തുടങ്ങി. നമുക്ക് പരിചയപ്പെടാൻ ഓരോരുത്തരെ. മിറിയം, ജീന, ഏഞ്ചല്, അമയ, ഡിറ്റോ, ഡിജോ, റോണി, അലക്സ്, ജോസമ്മ. ഭക്ഷണം സാധനങ്ങൾ എങ്ങനെ? എല്ലാവർക്കും ഇഷ്ടമായി ഭക്ഷണം? നല്ല ഭക്ഷണമാണോ? ആ, ഓക്കെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങി. അപ്പോൾ എൽദോയുടെ സഹോദരി ഭർത്താവിൻ്റെ അടുത്തേക്ക്, ഭർത്താവ് ദുബായിലാണ്, മക്കളൊക്കെ അവിടേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. ജൂണിൽ പോവും. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ യാത്ര. അപ്പോൾ എല്ലാവരും കൂടെ വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഷോപ്പിൽ കറക്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞാൽ. ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ട് സെയിലുണ്ട്. 30% മുതൽ 70% വരെ നമുക്ക് വില കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ സാധിക്കും. റെഡിമെയ്ഡ് ഡ്രസ്സുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ്. മിനിമം ഒരു ഷർട്ടൊക്കെ എടുക്കുമ്പോൾ 5000 രൂപ വരും. അപ്പോൾ അത് നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കഴിച്ച് 10,000 രൂപ കിട്ടും. അങ്ങനെ എല്ലാ ഡ്രസ്സുകളും. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് സെലക്ട് ചെയ്യാനും അത് സ്വന്തമാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവരുടെ കൂടെ കമ്പനിയായിട്ട് ഞാനും ചേർന്നു. അപ്പം അങ്ങനെ എല്ലാവരും ഡ്രസ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hear the tires screech. Soundtrack of the streets with that funky reach. Got my shades on, keeping it classy, not fast. Rolling like it's 7, now we're built to outlast. Ayo, West Coast, let's groove till we drop. Sass keeps singing, let the bass line bop. Barbecues to moonlit tides, we shine bright on this retro ride that defines our life. Oh yeah. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇനി വീട്ടിലെത്തി ഇന്ന് തന്നെ മടങ്ങണം എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ഇന്ന് തന്നെ അവർ മടങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനൊരു പോകുന്നതിന് മുമ്പ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ വന്നതാണ് അവർ, യാത്ര പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ദുബായിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ദുബായിൽ
ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദുബായിൽ ഇറങ്ങി അവരോടൊപ്പം അവരെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അത് പറ്റുകയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഹായ്, ഞങ്ങൾ അന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. ബിൻസ ക്രോസിയിൽ വന്നു, ഷോപ്പിംഗ് കഴിഞ്ഞു. ഒത്തിരി ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൽദോ, അതുപോലെ ഏഞ്ചല്, അതുപോലെ റോണിനെ കണ്ടില്ല? റോണി എവിടെയാണ്? റോണി കളറുള്ള കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ജീന, ഈപ്പൻ എല്ലാവരും ഉണ്ട്. മറ്റൊരു കാര്യം, ഞങ്ങൾ മറ്റു സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇത് നല്ല വെതർ ആയതുകൊണ്ട് ഞങ്ങളിന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. കാനഡയിൽ പൊതുവെ 2 വീലർ കുറവാണ്. അതുകൊണ്ട് തന്നെ 2 വീലർ റോണി കൊണ്ടുവന്നപ്പോൾ ഒന്ന് യാത്ര ചെയ്യാനായിട്ടൊരു ആഗ്രഹം. അത് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവർ വരാൻ പറഞ്ഞു. അങ്ങനെ അവരോടൊപ്പം 2 വീലറിലൊന്ന് യാത്ര ചെയ്തതാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാനഡയിൽ പൊതുവെ 2 വീലർ ഇല്ലല്ലോ അധികം, കൂടുതലും കാറുകളാണ്. അപ്പോൾ യാത്രയിൽ എനിക്കും സന്തോഷമായി, റോണിക്കും സന്തോഷമായി. ഓക്കെ, അങ്ങനെ ഒരു യാത്ര. അവനെ പിടിച്ചോട്ടാ. പിടിച്ചോ. ഇന്ന് രാത്രി പിടിക്കാം. 10 മണിയാകുമ്പോൾ ഇവർ 5 മണിയാകുമ്പോൾ ജോലി ചെയ്യും. എനിക്ക് ദുബായിലെ GCC രാജ്യങ്ങളെ പറ്റി ഒന്നും അറിയില്ല. ബൈ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.